ഹായ് മക്കളെ, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ 11th ക്വസ്റ്റ്യൻ എക്സർസൈസ് 3.3 11th ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് കോസ് 3π/4 പ്ലസ് എക്സ് മൈനസ് കോസ് 3π/4 മൈനസ് എക്സ് ഈക്വൽ ടു -√2 സൈൻ എക്സ് ആണ് പ്രൂവ് ചെയ്യണം. പല വർഷങ്ങളിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്തേക്കണം ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. കോസ് 3π/4 പ്ലസ് എക്സ് മൈനസ് കോസ് 3π/4 മൈനസ് എക്സ് ഈക്വൽ ടു പ്രൂവ് ദാറ്റ് എന്താണ് -√2 സൈൻ എക്സ് ആണ് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ഫോർമുലയ്ക്കകത്ത് ഏത് ഇക്വേഷൻ ആണ് നമുക്ക് അപ്ലൈ ചെയ്തേക്കണം നോക്കിയേ. കോസ് ഇ മൈനസ് കോസ് ഡി ആണ്. കോസ് ഇ മൈനസ് കോസ് ഡിയുടെ ഫോർമുല നമ്മൾ എന്താ പഠിച്ചേക്കണം? കോസ് ഇ മൈനസ് കോസ് ഡി ഈക്വൽ ടു -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. അപ്പൊ നമ്മുടെ ഇക്വേഷനകത്ത് സി എന്ന് പറഞ്ഞ എന്താ മക്കളെ? 3π/4 പ്ലസ് എക്സ് ആണ്. ഡി എന്ന് പറഞ്ഞ 3π/4 മൈനസ് എക്സ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് സി എന്ന് പറഞ്ഞ 3π/4 പ്ലസ് എക്സും ഡി എന്ന് പറഞ്ഞ എന്താണ്? 3π/4 മൈനസ് എക്സും ആണ്. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ 2 സൈൻ 3 സിയുടെ സ്ഥാനത്ത് ഏത് എഴുതണം? 3π/4 പ്ലസ് എക്സ്. അപ്പൊ 3π/4 പ്ലസ് എക്സ് പ്ലസ് ഡിയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? 3π/4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2. രണ്ടാമത് ഏതാ വന്നേക്കണം? കോസ് ആണ്. അപ്പൊ കോസ് എഴുതണം 3π/4 പ്ലസ് എക്സ് മൈനസ് 3π/4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 കൊടുത്തു. അതായത് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. അതായത് സി പ്ലസ് ഡി ബൈ 2 സി മൈനസ് ഡി ബൈ 2. നമ്മൾ ആ ഇക്വേഷനിലേക്ക് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിനെ ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. അപ്പൊ ആൻസർ എന്താവും നോക്കിയേ. 2 സൈൻ എഴുതി, സൈൻ അങ്ങനെ തന്നെ എഴുതി. ഇവിടെ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയി പോവും. അപ്പൊ എത്ര 2 ഉണ്ട്? 2 ഇൻറ്റു 3π/4 ഉണ്ട്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഡിവൈഡഡ് ബൈ 2. കാരണം ഇവിടെ ഒരു പ്ലസ് എക്സ്, ഇവിടെ ഒരു മൈനസ് എക്സ്. അവിടെ സൈൻ നോക്കേണ്ട ആവശ്യമില്ല. ഒരെണ്ണം പോസിറ്റീവ് ആണ്, ഒരെണ്ണം നെഗറ്റീവ് ആണ്. അത് രണ്ടും അപ്പൊ ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? ഇതൊരു 3π/4 ഉണ്ട്, ഇവിടെ ഒരു 3π/4 ഉണ്ട്, ഇവിടെ ഒരു 3π/4 ഉണ്ട്. അപ്പൊ എത്ര 3π/4 ഉണ്ട്? 2 3π/4 ഉണ്ട് അല്ലെ? അപ്പൊ ആ രണ്ടെണ്ണം കൂട്ടുമ്പോൾ 2 ഇൻറ്റു 3π/4 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2 അങ്ങനെ തന്നെ എഴുതി. വീണ്ടും നമ്മൾ ഇത് എടുക്കുക. കോസ് ഇവിടെ നോക്കുക, ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യണം. 3π/4 പ്ലസ് എക്സ്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3π/4, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 വരും. ഇനി ഇവിടെ നോക്കുക, ഇവിടെ എന്താ പ്രത്യേകത? ഈ 3π/4 പോസിറ്റീവ്, ഈ 3π/4 നെഗറ്റീവ് ആണ്. അപ്പൊ ഒരു പോസിറ്റീവ് 3π/4ഉം നെഗറ്റീവ് 3π/4ഉം കൂടെ എന്താവും? ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും അല്ലെ? അപ്പൊ ബാക്കി നമുക്കൊക്കെ എന്തൊക്കെ കിട്ടും നോക്കിയേ. 2 ഇൻറ്റു സൈൻ അങ്ങനെ തന്നെ എഴുതി. ഈ 2 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാലൻസ് എന്താ പിന്നെ? സൈൻ 3π/4 വരും. ബ്രാക്കറ്റ് ക്ലോസ് ഇട്ടു. ഇനി ഇവിടെ എന്തൊക്കെ ബാലൻസ് ഉണ്ട് നോക്കിയാൽ കോസ് ഈ എക്സും പ്ലസ് എക്സും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഇസ് ഈക്വൽ ടു 2x/2 കിട്ടും. ഈ 2 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാലൻസ് നമുക്ക് എന്താ കിട്ടണേ? 2 സൈൻ 3π/4 ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കാം, നമുക്ക് റിഡക്ഷൻ ഫോർമുല കൊടുക്കും. നമ്മളിത് പഠിച്ചു വെക്കാം. ബുദ്ധിമുട്ടാണ്, നമ്മൾ ഓർത്ത് വെക്കാൻ പാടാണെങ്കിൽ ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. സൈൻ 3π/4 എന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളത് പഠിക്കുന്നതാണ്. നമ്മൾ ചെയ്ത് നോക്കാം. 1/√2 ആണ്. എങ്ങനെയാണ് കിട്ടണേ? സൈൻ 3π/4 എങ്ങനെ എഴുതാം? നമുക്ക് ഒന്ന് ചെയ്ത് കാണിക്കാം. സൈൻ 3π/4 പൈ മൈനസ് π/4 വരും. ഇത് നമ്മൾ റിഡക്ഷൻ ഫോർമുല ഇഷ്ടംമാതിരി പഠിച്ചേക്കണെയാണ്. അതായത് 3π വരാൻ പാകത്തിന് ഈ 4നെ മാറ്റാതെ നമ്മൾ റിഡക്ഷൻ കൊടുക്കണം. അപ്പൊ നേരെ കറക്റ്റിൽ നോക്കി 4π മൈനസ് π/4. അപ്പൊ എന്താണ്? 3π/4. അപ്പൊ സൈൻ π/4 വരും. സൈൻ π/4 വരും. സൈൻ π/4 വരുമ്പോൾ ഇത് ഏത് ക്വാഡ്രന്റ് അവനെ? ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്. പൈ ഇവിടെ വന്നെ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താ മക്കളെ? പോസിറ്റീവാ. അപ്പൊ നമുക്ക് ആൻസർ ഈസ് പ്ലസ് 1/√2 വരും. ഇവിടെ ഓൾറെഡി പോസിറ്റീവ് വരും. ആൻസർ ഈസ് 1/√2 വരും. നിങ്ങൾക്ക് അത് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 3π സൈൻ 3π/4ന്റെ വാല്യൂ എന്താന്ന് ഓർത്ത് വെക്കുക? 1/√2 ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇനി ഇവിടെ നോക്കുക, ഈ വാല്യൂ കൊടുത്തു. സൈൻ 3π/4ന്റെ വാല്യൂ 1/√2 ഇൻറ്റു കോസ് എക്സ് വരും. ഈ √2 വെട്ടിപ്പോവും. ദെൻ ആൻസർ ഈസ് √2 കോസ് എക്സ് ആവും. അത് നമ്മുടെ ആൻസർ ഒന്ന് നോക്കാം. പ്രൂവ് ദാറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്ര എഴുതിയതിനു ശേഷം നമ്മൾ
therefore എന്ന് എഴുതിയിട്ട് ആ ആൻസർ അങ്ങ് എഴുതിയാൽ പോലും ഫുൾ മാർക്ക് കിട്ടും. 11th ക്വസ്റ്റ്യൻ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇവിടെ നോക്കാം, സൈൻ 3π/4 പ്ലസ് എക്സ് പ്ലസ് സൈൻ 3π/4 മൈനസ് എക്സ് ഈക്വൽ ടു √2 cos എക്സ് ആണ് പ്രൂവ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കറിയാം ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിയുമ്പോൾ അവിടെ ഏത് ഫോർമുലയാണെന്ന് ഫസ്റ്റ് വൺ നോക്കണം. ഏതാ ഫോർമുല? സി പ്ലസ് ഡി, സൈൻ സി പ്ലസ് സി സൈൻ ഡി ആണ്. എന്താ നമ്മുടെ സൈൻ സി പ്ലസ് സിയുടെ ഫോർമുല? സൈൻ സി പ്ലസ് സൈൻ ഡി. സൈൻ്റെ പ്ലസ് ഫോർമുലയുടെ പ്രത്യേകത പ്രോഡക്റ്റിനകത്ത് സൈനും ഉണ്ട് കോസും ഉണ്ട്. പ്ലസ് ആണെങ്കിൽ കൂട്ടണത് ആർക്ക് കൊടുക്കണം? സൈന്. ഡിഫറൻസ് ആർക്ക് കൊടുക്കണം? കോസിന് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഫോർമുല എന്നാ മക്കളെ? 2 സൈൻ സി പ്ലസ് d/2 ഇൻറ്റു കോസ് സി മൈനസ് d/2 ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ സി എന്ന് പറഞ്ഞ ഏതാ? നമ്മുടെ 3π/4 പ്ലസ് എക്സ്, അത് കൊടുത്തു. 3π/4 പ്ലസ് എക്സ്. ഡി എന്ന് പറഞ്ഞ എന്താണ്? 3π/4 മൈനസ് എക്സ്. നമ്മുടെ ഇക്വേഷനകത്ത് സിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? 3π/4 പ്ലസ് എക്സും ഡിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? 3π/4 മൈനസ് എക്സ് കൊടുക്കണം. അപ്പൊ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഫോർമുല കൊടുക്കുമ്പോൾ എന്തായി നോക്കി? 2 സൈൻ ഏതാണ്? സി എന്ന് പറഞ്ഞ 3π/4 പ്ലസ് എക്സ്. അപ്പൊ അവിടെ വാല്യൂ കൊടുക്കുക 3π/4 പ്ലസ് എക്സ് പ്ലസ് രണ്ടാമത് ഡി എന്ന് പറയുന്നത് 3π/4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമ്മൾ ആദ്യം സി പ്ലസ് d/2, ഇത് സി പ്ലസ് ഇത് ഡി, 3π/4 പ്ലസ് എക്സ് പ്ലസ് 3π/4 മൈനസ് എക്സ് കൊടുത്തു. വീണ്ടും ഇവിടെ ഏത് വരും? കോസ് വരും. 3π/4 പ്ലസ് എക്സ് മൈനസ് 3π/4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 വരും. അപ്പൊ രണ്ട് ഫോർമുലയ്ക്കകത്ത് ഈ രണ്ട് വാല്യൂവിനും നമ്മൾ എന്ത് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുക, 2 സൈൻ, ഇവിടെ എന്ത് വരും? പ്ലസ് എക്സും മൈനസ് എക്സും കൂടെ ക്യാൻസൽ ചെയ്യും. ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്, അപ്പൊ ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു 3π/4 ഉണ്ട് പ്ലസ് ഒരു 3π/4 ഉണ്ട്, അത് അങ്ങനെ തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ 2 അങ്ങനെ തന്നെ എഴുതി. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മളത് ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യണം. 3π/4 പ്ലസ് എക്സ് അങ്ങനെ തന്നെ എഴുതി. ഇനി ഈ മൈനസിനെ അകത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് 3π/4, ഈ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് എക്സ് വരും, ഡിവൈഡഡ് ബൈ 2 വരും. അവിടെ നോക്കിയേ, ഒരു പ്ലസ് 3π/4 മൈനസ് 3π/4 എന്താണ്? ഓപ്പോസിറ്റ് സൈൻ ആണ്, അത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ഈ വാല്യൂ ഒന്നോടെ സിംപ്ലിഫൈ ചെയ്യണം. 2 സൈൻ, രണ്ട് 3π/4നെ 2 ഇൻറ്റു 3π/4 നമുക്ക് എഴുതാലോ. അതായത് രണ്ട് എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ 2a ആണ്. അപ്പൊ 3π/4 പ്ലസ് 3π/4 എന്താ? 2 ഇൻറ്റു 3π/4 വരും. ഇവിടെ നോക്കി, പ്ലസ് എക്സും കൂടെ വരുമ്പോ എന്താ? എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആ. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 വരും. ഈ 2 എന്താവും? ക്യാൻസൽ ആയി പോകും. ഇവിടെ ഒരു ബൈ 2 ഉണ്ട്, ഈ 2 എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് വരുന്നത് 2 സൈൻ 3π/4 ആണ് ഇൻറ്റു കോസ് എക്സ് വരും. ഇവിടെ നോക്കി, 3π/4ന്റെ വാല്യൂ എഴുതണം. വേണമെങ്കിൽ നമ്മളത് പഠിക്കാം, 1/√2 പഠിച്ചു വെക്കാം, കൊടുത്താൽ മതി. റിഡക്ഷൻ ഫോർമുല കൊടുത്ത് കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മുടെ വാല്യൂ എന്നാ മക്കളെ? 2 ഇൻറ്റു 1/√2 കോസ് എക്സ് ആണ്. കാരണം √2 വെട്ടിപ്പോയി, ആൻസർ ഈസ് √2 കോസ് എക്സ് എന്ന് വരും. കാരണം ഇവിടെ 3π/4 എന്ന് പറഞ്ഞാൽ സൈൻ 3π/4 5 മൈനസ് π/4 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാം. സൈൻ 3π/4 എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ, റിഡക്ഷൻ ഫോർമുല പഠിച്ചേക്കണെയാണ്, 5 മൈനസ് π/4 അല്ലേ? അപ്പൊ സൈൻ സെക്കൻഡ് ക്വാർട്ടറിൽ വരും. സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ എന്താ? പോസിറ്റീവാ. അപ്പൊ സൈൻ π/4 വരും. സൈൻ π/4ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1/√2 വരും. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അതിപ്പോ ഇത്രയും ചെയ്ത സ്റ്റെപ്പ് ഓർക്കണമെന്നില്ല. സൈൻ രണ്ട് വാല്യൂ ഇവിടെ ഓർത്ത് വെക്കേണ്ടുള്ളൂ. ഒന്ന് സൈൻ 3π/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√2. കോസ് 3π/4 എന്ന് പറഞ്ഞാൽ മൈനസ് 1/√2. ഇത് രണ്ടും ഓർത്ത് വെച്ചാൽ നമുക്ക് ഇത്ര ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഓർക്കാം, π/4 അവിടെ തന്നെ. പൈയിൽ നിന്ന് 1 കുറയ്ക്കുന്ന 3π വരുന്നത്. പൈ മൈനസ് π/4 എവിടെ വരും? സെക്കൻഡിൽ വരും. അപ്പോഴും അതെന്താണ്? സൈൻ എന്താ? പോസിറ്റീവാ. π/4ന്റെ വാല്യൂവിന് മാറ്റം വരില്ല, 1/√2 വരുന്നത്. അപ്പൊ സൈൻ വരുമ്പോ പോസിറ്റീവ് 1/√2, കോസ് വരുമ്പോൾ 3π/4ന് മൈനസ് 1/√2 ഓർത്ത് വയ്ക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെയ്തു. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നമുക്ക് കോസ് π/4 പ്ലസ് എക്സ് പ്ലസ് കോസ് π/4 മൈനസ് എക്സ്
ഈക്വൽ ടു √2 cos x ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, cos π/4 പ്ലസ് എക്സ് പ്ലസ് cos π/4 മൈനസ് എക്സ് ഈക്വൽ ടു √2 cos x ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഇവിടെ നോക്കിക്കേ, ഏതാണ് നമ്മുടെ സി? ഇത് സി, ഇതെന്താണ്? ഡി ആണ്. നമ്മുടെ ഫോർമുല എന്താണ്? cos c പ്ലസ് cos d ആയി അല്ലേ? അപ്പൊ cos c പ്ലസ് cos d യുടെ ഫോർമുല എന്ന് പറയുന്നത് കോസിന്റെ പ്ലസ് ഫോർമുലയാണ്. കോസിന്റെ പ്ലസ് ഫോർമുലയുടെ പ്രത്യേകത എന്താ? പ്രോഡക്റ്റിനകത്ത് കോസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 2 cos c പ്ലസ് d ബൈ 2 cos c മൈനസ് d ബൈ 2 ആണ്. നമുക്ക് തന്നേക്കണിനകത്ത് സി എന്ന് പറഞ്ഞ ഏതാ? π/4 പ്ലസ് എക്സ്. അപ്പൊ നമ്മൾ എഴുതി സി ഈക്വൽ ടു π/4 പ്ലസ് എക്സ്. ദെൻ ഡി എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 മൈനസ് എക്സ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എപ്പോഴും സി ആണോ ഡി നോക്കുക. ആ സിയും ഡിയും കറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതുക. ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വാല്യൂ അങ്ങ് കൊടുക്കണം. അപ്പൊ കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും നോക്കിയേ? ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്ക് വരെ ഏത് എഴുതണം? π/4 പ്ലസ് എക്സ്. ഡിക്ക് വരെ ഏത് എഴുതണം? π/4 മൈനസ് എക്സ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാവും നോക്കിയേ? 2 cos എന്താണ്? ഡിക്ക് സിക്ക് പകരം π/4 പ്ലസ് എക്സ്. അപ്പൊ π/4 പ്ലസ് എക്സ് പ്ലസ് ഡിക്ക് പകരം π/4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2. വീണ്ടും കോസ് തന്നെയാ ഫോർമുലയ്ക്ക് എത്തിറക്കണം. വീണ്ടും കോസ് ആണ്. അപ്പൊ കോസ് π/4 പ്ലസ് എക്സ് മൈനസ് π/4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2. ഇവിടെ നോക്കാം, പ്ലസ് എക്സും മൈനസ് എക്സും ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് അല്ലേ? അപ്പൊ അത് രണ്ടും എങ്ങനെ സംഭവിക്കും മക്കളെ? ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ബാലൻസ് അവിടെ ഏതാ ഉള്ളത്? പറഞ്ഞേ. 2 cos ഒരു π/4 ഉണ്ട്. വെട്ടിപ്പോയത് ബാലൻസ് നമ്മൾ അങ്ങ് എടുത്തെഴുതും. ഒരു π/4 ഉണ്ട് ബൈ 2 വരും. ഇൻറ്റു ഇവിടെ ബാലൻസ് ഏതാ വെട്ടിപ്പോകാൻ നേരത്ത് നമ്മൾ ബ്രാക്കറ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്നാ വരും? ഇവിടെ π/4 വരും, പ്ലസ് എക്സ് വരും. ഈ മൈനസും π/4 വരുമ്പോൾ മൈനസ് π/4 വരും. ഈ മൈനസും വരുമ്പോൾ പ്ലസ് എക്സ് വരും ഡിവൈഡഡ് ബൈ 2. അപ്പൊ നോക്കിയേ, പ്ലസ് π/4ഉം അവിടെയും മൈനസ് π/4ഉം എന്തായി പോവും? ക്യാൻസൽ ആയി പോവും അല്ലെ? അപ്പൊ ബാലൻസ് നമുക്ക് എന്നാ വരും നോക്കിയേ? 2 cos എത്ര π/4 ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ആ രണ്ടും കൂടെ കൂട്ടി എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു π/4 വരും ഡിവൈഡഡ് ബൈ 2. എപ്പോഴും വെട്ടി കുറയ്ക്കുമ്പോൾ ഈ 2ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യുക. ഇതിനൊന്നും ചെയ്യണ്ട കേട്ടോ. അപ്പൊ കോസ് ഇവിടെയോ? ഇവിടെ എത്ര എക്സ് ഉണ്ട്? 2x ഉണ്ട്. 2x കൂട്ടുമ്പോൾ എന്താ കിട്ടണേ? 2x വരും. അപ്പൊ നമ്മുടെ 2x വരും ബൈ 2 വരും. ഈ 2ഉം 2ഉം എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാലൻസ് നമുക്ക് 2 cos π/4 വരും ഇൻറ്റു cos എക്സ് വരും. cos π/4ന്റെ വാല്യൂ എന്താ മക്കളെ? 1/√2 ആണ്. cos 45 1/√2. അപ്പൊ 2 ഇൻറ്റു 1/√2 ഇൻറ്റു cos എക്സ് വരും. അപ്പൊ ഈ √2ഉം ഈ 2ഉം കൂടെ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അപ്പൊ ആൻസർ ഈസ് √2 cos എക്സ് വരും. അപ്പൊ ആൻസർ ഈസ് √2 cos എക്സ്. കറക്റ്റ് ആയില്ലേ നോക്കിയേ? അപ്പൊ ഇതേപോലെ മോഡൽ ഒരുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലെവൽ 1 ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഒരു എക്സാമ്പിളോടെ നമുക്ക് ചെയ്യാം. sin π/4 പ്ലസ് എക്സ് പ്ലസ് sin π/4 മൈനസ് എക്സ് ഈക്വൽ ടു √2 cos എക്സ് ആണ് പ്രൂവ് ചെയ്യണം. sin π/4 പ്ലസ് എക്സ് പ്ലസ് sin π/4 മൈനസ് എക്സ് ഈക്വൽ ടു √2 cos എക്സ് ആണ് പ്രൂവ് ചെയ്യണം. ഇത് നമ്മുടെ സി ആണ്, ഇത് നമ്മുടെ ഡി ആണ്. നമ്മുടെ ഫോർമുലയിൽ എന്ത് വരും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു sin c പ്ലസ് sin d എന്ന് പറഞ്ഞാൽ 2 sin c പ്ലസ് d ബൈ 2 ഇൻറ്റു cos c മൈനസ് d ബൈ 2. അപ്പൊ സി എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 പ്ലസ് എക്സ്. ഡി എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 മൈനസ് എക്സ്. നമ്മുടെ ഫോർമുലയ്ക്കകത്ത് സിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? π/4 പ്ലസ് എക്സ്. ഡിക്ക് പകരം എന്ത് കൊടുക്കണം? സെയിം മെത്തേഡ് തന്നെ π/4 മൈനസ് എക്സ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? 2 sin ഏതാണ്? π/4 പ്ലസ് എക്സ് ഇൻറ്റു പ്ലസ് π/4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 വരും. വീണ്ടും എന്ത് വരും? കോസ് വരും. π/4 പ്ലസ് എക്സ് മൈനസ് π/4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 വരും. അപ്പൊ നമ്മൾ സി എന്ന് പറയുന്നതിനകത്ത് π/4 പ്ലസ് എക്സ് കൊടുത്തു, പ്ലസ് ഡിക്കകത്ത് π/4 മൈനസ് എക്സ് കൊടുത്തു. ഇവിടെ സിക്കകത്ത് π/4 പ്ലസ് എക്സ് മൈനസ് ഡിക്കകത്ത് π/4 മൈനസ് എക്സ് കൊടുത്തു. രണ്ട് ഇക്വേഷനകത്തേക്കും നമ്മുടെ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 sin കിട്ടും.
ഒരു പ്ലസ് എക്സും മൈനസ് എക്സും ഇവിടെ ക്യാൻസൽ ആയി പോയി. ബാക്കി എത്രയുണ്ട്? ഇതൊരു π/4 വന്നു, പ്ലസ് π/4 വന്നു, ഡിവൈഡഡ് ബൈ 2 വരും. ഇവിടെ നോക്കാം, ഇതിന് നമ്മൾ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതൊരു π/4 പ്ലസ് എക്സ് വരും, ഇത് മൈനസ് π/4 വരും, ഇത് മൈനസും മൈനസും പ്ലസ് എക്സ് വരും, ഡിവൈഡഡ് ബൈ 2 വരും. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ ഇത് രണ്ടും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് എന്തുണ്ട് മക്കളെ? 2 സൈൻ. എത്ര π/4 ഉണ്ട്? 2 π/4 ഉണ്ട്. അപ്പൊ നമുക്ക് അതിന് 2 ഇൻറ്റു π/4/2 വരും. ഈ 2 എപ്പോഴും ക്യാൻസൽ ചെയ്ത് കളയാം. ഇൻറ്റു കോസ്. ഇവിടെ നോക്കി എത്ര എക്സ് ഉണ്ട്? 2x ഉണ്ട്. 2x കൂട്ടുമ്പോൾ എത്രയാ? 2x വരും. അപ്പൊ ഇതെന്തായി മാറി? 2x/2 വരും. ഈ 2 എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 2 sin π/4 ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടും. നമുക്കറിയാം സൈൻ π/4ന്റെ വില 1/√2 ആണ്. അപ്പൊ 2 ഇൻറ്റു 1/√2 എന്ത് വരും? കോസ് എക്സ് വരും. അപ്പൊ ഒരു റൂട്ടും ഈ റൂട്ടും കൂടെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ മുകളിൽ എന്ത് വരും? √2 വരും. അതെന്താ കാരണം? 2നെ നമുക്ക് എന്ത് എഴുതാം? √2 ഇൻറ്റു √2 എന്ന് എഴുതാം. അപ്പൊ ഒരു റൂട്ടും കൂടെ വെട്ടിക്കഴിയുമ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് വരും? √2 വരും. അല്ലെങ്കിൽ നമ്മുടെ ആൻസർ വന്നിട്ടുണ്ട്. അതങ്ങ് നോക്കി എഴുതിയാലും മതി, നമുക്ക് ഫുൾ മാർക്കാം. അപ്പൊ ആൻസർ ഈസ് √2 കോസ് എക്സ് എന്ന് വരും. ക്ലിയർ ആയല്ലോ?